My dear students, today we can study about cell theory. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് കോശ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കാം. Who formulated the cell theory? The cell theory was formulated by M.J. Schleiden and Theodor Schwann. ആരാണ് കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്? കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞരാണ് M.J. Schleiden, Theodor Schwann. We have already studied about M.J. Schleiden. Who was M.J. Schleiden? M.J. Schleiden found out that the body of a plant is made up of cells. M.J. Schleiden എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. ആരാണ് M.J. Schleiden? M.J. Schleiden എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. We have also studied that Theodor Schwann was the first scientist who found out that the body of an animal is made up of cells. തിയോഡർ ഷ്വാൻ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചും നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷ്വാൻ. M.J. Schleiden and Theodor Schwann together formulated the cell theory. M.J. Schleiden എന്ന ശാസ്ത്രജ്ഞനും തിയോഡർ ഷ്വാൻ എന്ന ശാസ്ത്രജ്ഞനും ഒരുമിച്ചു ചേർന്നാണ് കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. There are two main concepts in the cell theory. പ്രധാനമായും രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. The body of all organisms is made up of cells. എല്ലാ ജീവികളുടെയും ശരീരം, അതായത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. The body of all plants, all animals and all other organisms, including human beings, are made up of cells. എല്ലാ ജീവികളുടെയും ശരീരം, സസ്യങ്ങളാകട്ടെ ജന്തുക്കളാകട്ടെ മനുഷ്യരാകട്ടെ, എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്, അതായത് കോശങ്ങളാൽ നിർമ്മിതമാണ്. What is the second concept of cell theory? Cells are the structural and functional units of organisms. എന്താണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ മുഖ്യ ആശയം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. The structure of all organism is made by cells and the functions of the organisms are done by the basic unit called cells. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകവും ആ ശരീരത്തിലെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അടിസ്ഥാന ഘടകവും കോശങ്ങളാണ്. Now we can study
വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽസ്? ഇനി നമുക്ക് എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നോക്കാം. The first function performed by cell is resist foreign particles. കോശങ്ങൾ നിർവഹിക്കുന്ന ഒന്നാമത്തെ ധർമ്മമാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. What do you mean by foreign particles? The substances or the particles which are not useful to our body is known as foreign particles. They may be the microorganisms that cause diseases. എന്താണ് അന്യവസ്തുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ഉപകാരമില്ലാത്ത വസ്തുക്കളാണ് അന്യവസ്തുക്കൾ. രോഗാണുക്കൾ ഇവയിൽ ഉൾപ്പെടും. അവ നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല. നമുക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികൾ അന്യവസ്തുക്കളിൽ ഉൾപ്പെടുന്നു. So what is the first function performed by cells? The first function is cells resist foreign particles. അപ്പോൾ എന്താണ് കോശങ്ങൾ നിർവഹിക്കുന്ന ആദ്യത്തെ ധർമ്മം? കോശങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. The second function performed by cells are they release energy from nutrients. കോശങ്ങൾ നിർവഹിക്കുന്ന രണ്ടാമത്തെ ധർമ്മമാണ് അവ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. We all know that our body need energy to perform different activities. നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നമുക്ക് ഊർജം ആവശ്യമാണ്. From where we get energy? We get energy from the food we eat. എവിടെ നിന്നാണ് നമുക്ക് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്? പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. There are so many nutrients are there in the food we eat. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിവിധങ്ങളായ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. We get energy from these nutrients. നമുക്ക് ഊർജം ലഭിക്കുന്നത് ഈ പോഷകങ്ങളിൽ നിന്നാണ്. So what is the second function of cell? Cells release energy from nutrients. എന്താണ് കോശങ്ങൾ നിർവഹിക്കുന്ന രണ്ടാമത്തെ ധർമ്മം? കോശങ്ങൾ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. The third function performed by cell is the synthesis of biomolecules. കോശങ്ങൾ നിർവഹിക്കുന്ന മൂന്നാമത്തെ ധർമ്മമാണ് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു എന്നത്. Various proteins are produced in the cell. കോശത്തിൽ വിവിധ തരത്തിലുള്ള
മാംസ്യ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. So what is the third function of the cell? The cell synthesize biomolecules. അപ്പോൾ എന്താണ് കോശങ്ങൾ നിർവഹിക്കുന്ന മൂന്നാമത്തെ ധർമ്മം? കോശങ്ങൾ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. All of you write the question. Who formulated the cell theory? Answer: M.J. Schleiden and Theodor Schwann. Second question. What are the two main concepts of cell theory? Or what is cell theory? Answer: the body of all organisms is made up of cells. Cells are the structural and functional units of organisms. The next question. What are the functions performed by cells? First function: resist foreign particles. Second function: release energy from nutrients. Third function: synthesize biomolecules.